രോഹിണി ശ്രീകൃഷ്ണന്റെ നാളാ. ഗൾഫുകാരനാന്നുള്ളതാണ് പ്രധാന പ്ലസ് പോയിന്റ്. ആ എൻ്റെ നല്ല ആലോചനകൾക്കുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വേണമെന്നൊന്നുമില്ല, ദൂരെ നിന്നായ കുറച്ചുകൂടെ നല്ലത്. എൻ്റെ അധികം കേസും ദൂരെന്നാന്ന്. ആഹാ ബ്രോക്കറെ, കുട്ടി എന്തായാലും സുന്ദരിയായിരിക്കണം. അത് വേണം. എൻ്റെ എല്ലാ കുട്ടികളും സുന്ദരികളാ. അല്ലാതെ സുരേ, ഒരു മിനിറ്റ് ഒന്ന് പുറത്തേക്ക് വന്നേ. എന്താ സംഭവം? അതെ, ചെക്കന് നാട്ടിലെ മുമ്പ് കുറച്ച് പ്രേമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഒരു കുഴപ്പമാകുമല്ലോ അല്ലേ? അതൊന്നൊരു പ്രശ്നേ അല്ലാന്ന്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആർക്കാ ഇല്ലാത്ത? അത് ശരിയാ. എല്ലാം ഈ ഞാൻ ശരിയാക്കി തരാം. പോരെ? അത് മതി മതി. ഓക്കെ ഓക്കേ. ഇനി വരൂലേ? എവിടെയാടാ? ആ വട കളി തുടങ്ങാ. ഷാർജയിലെ പ്ലെയർ എത്തി. രക്ഷപ്പെട്ടു. ചെക്കൻ വാക്ക് വലിച്ചറാ. ആ വാഴ ടീമിടാ. റോമിയോ ലൈജു. വിജോ വാടാ. എന്താടാ സംഭവം? ലൈജുണ്ണ അറിയില്ല? അതേതാടാ വേട്ടാവളിയൻ? അത് നിനക്ക് ലൈജോട്ടിനെ അറിയാത്തോണ്ടാ. പുള്ളിക്ക് ഇങ്ങനെ റോമിയോ ലൈജു എന്ന് പേര് വന്ന് നിനക്കറിയോ? ചെറുപ്പം മുതൽ ലൈജുണ്ണ ആഗ്രഹിച്ച എല്ലാ പെമ്പിള്ളാരും അങ്ങനെ വളർത്തിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോണ്ടല്ലോ ടീച്ചർമാർക്ക് വരെ ലൈജോട്ടിനോട് പ്രേമം തോന്നിയിട്ടുണ്ട്. നാട്ടിലാണെ പിന്നെ പറയേ വേണ്ട. ഉത്സവമൊക്കെ വന്നാണ്ടല്ലോ പെൺകുട്ടികളെല്ലാം ലൈജോട്ടിന്റെ പുറകെ. കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും പ്രേമിക്കാൻ അപാര കഴിവാ. വാടാ ടീം. ആ കളി തുടങ്ങി. ഓ ശരി. ഈ ലൈജുവിന്റെ പേര് പറഞ്ഞാണല്ലേ ഡെയിലി പപ്പയും മമ്മയും വഴക്കുണ്ടാക്കുന്നേ. ഏതായാലും ലൈജു ഈ ലീവിന് കല്യാണമൊക്കെ കഴിച്ചിട്ട് പോയാ മതി. പഴയകാല ഇമേജ് വെച്ച് എനിക്ക് നല്ലൊരു കുട്ടി കിട്ടൂ. കൂടായ്പകൾക്ക് ഇപ്പം നല്ല മാർക്കറ്റാടോ. കല്യാണ കാര്യത്തിൽ ഇനി അമ്മയിലാണ് എൻ്റെ പ്രതീക്ഷ. ദേവി മഹാമായേ. മഴക്കാലത്തുള്ള കല്യാണം നല്ല രസമായിരിക്കും. വെയിലും കൂടി വരാതിരുന്നാൽ മതിയായിരുന്നു. കുറുക്കൻ്റെ കല്യാണം എന്ന് പറയും അവസാനം നാട്ടുകാർ. എന്തായാലും ഈ വരവിന് നിന്റെ കല്യാണം നടത്തണം. നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. മതി മതി, അതൊന്നും ശരിയാവില്ല അമ്മേ. അതെന്താ? കല്യാണം എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഓ ഈ ഫോട്ടോ ഒന്ന് നോക്കിയേ. നോക്ക്, നല്ല കുട്ടിയാടാ. സുന്ദരിയല്ലേട്ടാ? അമ്മ എല്ലാവരും ഇങ്ങനെ നിർബന്ധിച്ച് ആ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്. ഞാൻ എന്ത് പറയാനാ? എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടുന്നില്ല. എന്നാലും അവളെന്തിനാണ് എന്നെ ഒഴിവാക്കിയത്? എനിക്കും അതാടാ മനസ്സിലാവാത്തത്. ഒരെണ്ണം വഴി. ആരത്? റോമിയോ ലൈജുവോ? ഇവൻ ചത്തില്ലേ? ഈ തിണ്ടിയൊക്കെ എപ്പോഴും ജീവനോടെ ഉണ്ടാ?
ഹലോ ലൈജു. ആ എന്തൊക്കെയാടാ മച്ചാനെ, സുഖാണാ? ഓ പരമസുഖം. നാട്ടിലുണ്ടീ? ആ നാട്ടിലുണ്ട്. നീ പറയടാ. ഞാന് നിന്റെ നാട്ടിലൊരു പെണ്ണ് കാണാൻ വന്നാ. ആഹാ. ഞാൻ അവളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും വാട്സപ്പ് ചെയ്യാം. ആ നീ ഒന്ന് വിശദമായിട്ട് അന്വേഷിച്ചിട്ടൊന്ന് പറ. ഓ സെറ്റ് സെറ്റ് സെറ്റ്. ഇവളാ എന്നെ തേച്ചൊട്ടിച്ച്. നമുക്കൊരു പണി കൊടുത്താലോ അളിയാ? അവക്ക് ലൈജു അല്ലേ കെട്ടാൻ പോണത്. ഇതിലും വലിയ പണിയൊക്കെ എവിടെ നിട്ടാനാ? നീ എന്നെ തന്നെ നോക്കി നിൽക്കാണ്ട് 2 ലൈനിടി ശശാങ്ക. ഓക്കേടാ മുത്തേ. കണ്ണാ, ആ ചെറിയൊരു പ്രശ്നമുണ്ടാ. എന്താ പാപ്പാ? ആ കല്യാണക്കാര്യം നടക്കും തോന്നില്ലടാ. അവരുടെ വീട്ടുകാർക്കെല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷേ ആ പെൺകുട്ടിക്ക് താല്പര്യമില്ല. അവൾക്ക് മാത്രമാണ് താല്പര്യമില്ലാത്തത്. ആ എന്നാ അവിടെ തന്തപ്പടി പറഞ്ഞേ. സാരല്ല, പാപം ചെല്ലേ. എന്നോമൽ പൂവേ കരളിൻ്റെ കോണിൽ അറിയാതെ നീ പൂത്തതല്ലേ. ഒരു വേനൽ നാളിൽ അഴകിൻ്റെ തേരിൽ മഴയായി നീ പെയ്തതല്ലേ. നിന്നീലക്കണ്ണിൻ കളിയാട്ടം കാണാനരികത്തായി ഞാനും. ചേട്ടാ, ഈ വിഘ്നങ്ങൾ മാറാനുള്ള വഴിപാട് ഗണപതിക്കായിരിക്കുമല്ലേ? ഓ, എല്ലാത്തിനും ഭയങ്കര വില കൂടുതലാണല്ലോ. ഒരു ചൂണ്ടൽ നിവേദ്യം അതാവുമ്പോ നന്നായിരിക്കും. പേരും നക്ഷത്രം പേര് ഇപ്പൊ പറയാം. അഴകേറും അനുരാഗത്താമര നീയെ പകലായും മായാതൻ താരക നീയെ. ഒരു നാടും പിരിയാതെ നിന്നിഴൽ ഞാനേ. നിൻ കാതിൻ കൈതപ്പൂ കാതില പോലെ. വൈശാഖ പൂങ്കാറ്റിൽ ഞാൻ പട്ടം പോലെ. പൂവാക പൂന്തോപ്പിൽ നിന്നോരം വന്നേ. കണ്ണാരം പൊത്താതെ കൺമുന്നിൽ വന്നേ. കണ്ടിട്ടും കാണാതെ നീ എന്തേ നിന്നേ. മന്ദാര പൂങ്കാവിൽ പൊന്നാമ്പൽ പൂമേട്ടിൽ കൈകോർക്കാൻ പോരാമോ പെണ്ണേ. ചിങ്കാരം കിന്നാരം ചൊല്ലാനായി കാതോറും എന്നോരം ചേരാമോ പെണ്ണേ. എന്നോമൽ പൂവേ കരളിൻ്റെ കോണിൽ അറിയാതെ നീ പൂത്തതല്ലേ. ഒരു വേനൽ നാളിൽ അഴകിൻ്റെ തേരിൽ മഴയായി നീ പെയ്തതല്ലേ. നിന്നീലക്കണ്ണിൻ കളിയാട്ടം കാണാനരികത്തായി ഞാനും. മധുമാസ കാറ്റായി എന്നോമൽ പൂവേ കരളിൻ്റെ എവിടെ സമയം നോക്ക്. വന്ന് ചായ കൊടുക്കുമോളെ. അവര് കുറെ നേരമായി അവിടെ വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് ലൈജുവേട്ടനെ മതി. ഏത് ലൈജുവേട്ടൻ? അന്ന് വന്നാ ദുബായിക്കാരനോ? അതെ, ഞാൻ ലൈജുവേട്ടനെ മാത്രമേ കല്യാണം കഴിക്കൂ. കൊറേ നേരായല്ലോ. ഇവര് വലിയ തറവാട്ടുകാരൊന്നും അല്ല. ഇത് ഉറപ്പല്ലേ?
എടോ കുട്ടിയോ വരും വെയിറ്റ് ആരൊന്നും വിചാരിക്കരുത്, ഇവിടെ പെണ്ണുകാണൽ പരിപാടി ഒന്നുമില്ല. നിങ്ങൾക്ക് കെട്ടിച്ചേരാൻ ഇവിടെ പെണ്ണുമില്ല. കിട്ടുമോ? എല്ലാവരും ഒന്ന് പെട്ടെന്ന് ഇറങ്ങി തരണം. പെട്ടെന്നാവട്ടെ. ചേട്ടാ ഇത് UK ആണ് ചേട്ടാ. നമുക്ക് ദുബായ് പിടിക്കാടോ. ഇത് UK അടിപൊളിയാണെന്ന്. നമുക്ക് ദുബായ് പിടിക്കാന്ന്. എന്നാ ദുബായ് പിടിക്കാല്ലേ? അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? എന്ത് പെട്ടെന്നല്ലേ ലൈജുവേട്ട 2 മാസം പോയത്? ലൈജുവേട്ടനാ, നീ എന്നെ കണ്ണേട്ടാന്ന് വിളിച്ചാൽ മതി. അടുപ്പുള്ളവർ എന്നെ കണ്ണേട്ടാന്നാ വിളിക്കുക. ഹസ്ബൻഡിനെ കൂടെ വിളിച്ചോളൂ. ഓക്കെ. ഹലോ ലൈജുവേട്ട, ഒന്ന് അകത്തോട്ട് വരുമോ? എക്സ്ക്യൂസ് മീ. ഡോക്ടറായ ദീപ, ഇത് പ്രഗ്നൻസി ഒന്നുമല്ല, ഫുഡ് ഇൻഫെക്ഷനോ മറ്റോ ആവാനാണ് സാധ്യത. ദേ കണ്ടിട്ടാ ഫോൺ.